ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ, കുഞ്ഞ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. ഇന്നത് രാവിലെ തന്നെ വെള്ളയപ്പാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇക്ക പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. മക്കൾസൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഇന്ന് പോണ കാരണം കൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ചെറിയൊരു ഭാഗം എടുത്തു, എന്നാലും എന്താ പറയുക, പകുതി കിട്ടി പകുതി കിട്ടിയില്ല, അങ്ങനത്തെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേരുടെ വീഡിയോസൊക്കെ എനിക്കിപ്പോൾ കാണാനാണ് പറ്റിയിട്ടില്ല. കാരണം എന്നല്ല, ഒക്കെ പോയ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടും പിന്നെ മറ്റുള്ളവരുടെ വീഡിയോ കാണാനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാനും കുറച്ച് ദിവസമായിട്ടോ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വ്യൂസും സബൊക്കെ ഇപ്പോൾ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരോടായാലും അല്ലാത്തവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടാം കേട്ടോ, അല്ലെങ്കിൽ വ്യൂസൊക്കെ നല്ലപോലെ തന്നെ കുറയും കേട്ടോ. അപ്പോൾ ഇതേ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതേ നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇക്ക നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും നാളികേരപ്പാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നാളികേരപ്പാൽ ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിലും ഇക്കും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് എടുത്തിട്ട് പിന്നെ ഞാൻ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളയപ്പവും നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. സുഡാപ്പിയും പാത്തൂസിനെ കഴിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അവർ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ചിക്കൻ കറി ഇക്ക ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് എന്തായാലും എൻ്റെ വകയായിക്കോട്ടെ കറിയെന്ന് വെച്ചാൽ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഞാൻ പൊരിക്കാനുള്ളതൊക്കെ മസാല ആക്കി വെച്ചു. പിന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല പുരട്ടി ആ കൈ കൊണ്ട് തന്നെ വെറുതെ ചിക്കനിലൊന്ന് പരട്ടിയെടുത്തതാണ് അതുകൊണ്ട് ആ ചിക്കന് ആ ഒരു കളറ്, മസാലയുടെ കളറുള്ളത്. പിന്നെ ഇതേ സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കടവാക്കിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ പാത്തൂസിന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അവൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാത്തൂസിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും മനസ്സിലാണല്ലോ. അപ്പോൾ ഞാൻ ആ വോയിസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞു കേട്ടോ, ഇക്ക നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ തടി കുറഞ്ഞു. അത് കുറച്ചതാണ് കേട്ടോ. എന്താ പറയുക, കൊഴുപ്പ് കൂടിയിട്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾ ഡേറ്റിങ് വെച്ച് ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കളിയാക്കി ആ വണ്ണുള്ളപ്പോഴാണ് ഒരു ഭംഗി, ഇപ്പോൾ ആകെ ഭംഗിയൊക്കെ പോയി, പ്രായമായ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അടിപൊളിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയുള്ളത്. അപ്പോൾ ഇത് 2-3 ദിവസത്തെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നാണ് വോയിസൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വാട്ടി, സബോള വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ടു, മസാലപ്പൊടിയൊക്കെ ഇട്ടു, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതേ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ തട്ടാൻ നോക്കിയതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കയ്യിലേക്ക് തെറിക്കുന്നു. അപ്പോൾ അതേ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി ആയതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, പോണ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഏതൊക്കെ ഭാഗം എടുത്തെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടില്ല. അങ്ങനെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇതേ ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഞാൻ കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത്, പക്ഷേ എന്താ പറയുക, ഇക്ക വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇക്ക നമ്മളോട് പറയും ഈ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. അങ്ങനെ ഇതേ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം എനിക്ക് എടുക്കാനാണ് കേട്ടോ ഞാൻ വിട്ടുപോയത്. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക്. അങ്ങനെ ഇതേ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതേ ചിക്കനും പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് അടുപ്പത്ത് വെച്ച് വന്നപ്പോഴേക്കും ഇവിടെ മക്കളും ഇക്കയൊക്കെ കൂടി നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫേസ് കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ണത്തിൻ്റെ കാര്യം. അത് കുറേ പേര് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ആ വണ്ണുള്ളപ്പോഴായിരുന്നു ഭംഗി, ഇപ്പോൾ ഭംഗിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോ, ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിത് അവർ കളിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ദിലുവിനെ വിളിച്ചപ്പോൾ ദിലു ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ 3 ആളിരുന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ എന്നെ പണിയെടുക്കാനായാലും അധികം സമ്മതിക്കൊന്നുമില്ല. വേഗം പണികൾ തീർത്ത് ഇവിടെ വന്നിരിക്കുക, അവർ കളിക്കുമ്പോൾ പിന്നെ എന്നോട് വർത്താനം പറഞ്ഞിരിക്കുക, ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതിന് ചീത്ത അറിയാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വേഗം പണികളൊക്കെ തീർത്ത് ഇങ്ങനെ അവരുടെ കൂടെ കളിക്കാനും വർത്താനം പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതവിടെ ബാത്തൂസും സുഡാപ്പി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷേ ഇന്ന് പോകുന്നൊരു വിഷമം കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.